ഫ്രണ്ട്സ്, നമ്മൾ വീണ്ടും ഒരു യാത്ര പോവുകയാണ്. ദോഹയിലെ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നമ്മൾ മൊറോക്കൻ നഗരമായ കാസാബ്ലാങ്കയിലേക്കാണ് ഫ്ലൈ ചെയ്യുന്നത്. മുംബൈയിൽ നിന്ന് ദോഹ വരെ എത്തിയത് നമ്മൾ ഖത്തർ എയർവേസിലായിരുന്നു. ഇത്തവണയും ഖത്തർ എയർവേസിൽ തന്നെയാണ് പോകുന്നത്. ആദ്യത്തെ യാത്ര അത്ര സുഖകരമായിരുന്നില്ല. ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ ബോയിങ് 777 വിമാനത്തിൽ 42 ബിസിനസ് ക്ലാസ് സീറ്റുകളും 316 എക്കോണോമിക് ക്ലാസ് സീറ്റുകളുമുണ്ട്. നമ്മുടെ സീറ്റ് നമ്പർ 24 ആണ്. സീറ്റിന്റെ സ്റ്റൈലൊക്കെ സെയിം മുംബൈ ദോഹ വിമാനത്തിൽ ഉള്ളതുപോലെയായിരുന്നു. പക്ഷേ എക്സ്ട്രാ കുറച്ച് അമ്യൂണിറ്റീസും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു അമ്യൂണിറ്റി കിറ്റും ഒരു ഹെഡ്സെറ്റും ഒരു ബ്ലാങ്കറ്റും ഒരു പില്ലോവുമാണ് ഈ ഫ്ലൈറ്റിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ലെഗ് സ്പേസും മുംബൈ ഫ്ലൈറ്റിൽ ഉള്ളതുപോലെ തന്നെ ആയിരുന്നു. എന്റർടൈൻമെന്റ് സിസ്റ്റവും യാതൊരു വ്യത്യാസവുമില്ല. അതിലുള്ള സെയിം കളക്ഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ തരക്കേടില്ലാത്ത വലിയൊരു സ്ക്രീനൊക്കെ ആയിരുന്നു. മൊബൈൽ ചാർജ് ചെയ്യാനും ഹെഡ്സെറ്റ് കുത്താനും ഒക്കെയുള്ള പോർട്ടുകളും ഉണ്ടായിരുന്നു. ഒരു ചെറിയ റിമോട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു നിരയിൽ 10 സീറ്റാണ് ഈ വിമാനത്തിലുള്ളത്. ഇനി അമ്യൂണിറ്റി കിറ്റിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഒരു ഐ മാസ്ക്, ഒരു ഡെന്റൽ കിറ്റ്, പേസ്റ്റും ബ്രഷും ഒക്കെ ആയിട്ടുള്ള ഒരു ഡെന്റൽ കിറ്റ്, ഒരു പെയർ ഓഫ് സോക്സ്, പിന്നെ ഇയർബഡ്സ്. ഇത്രയായിരുന്നു അമ്യൂണിറ്റി കിറ്റിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഫുഡിൻ്റെ സമയമായി. ഈ ബിവറേജും ഒക്കെ അൺലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് കേട്ടോ. ലിക്കറും വൈനും ഒക്കെ ഉണ്ട്. ബോംബെ സഫയർ, ജിന്നൊക്കെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇന്നത്തെ ഫുഡ് എന്താണെന്ന് നോക്കാം. ഒരു കുപ്പി വെള്ളം, വീണ്ടും കട്ട്ലറി, യോഗേർട്ട്, കട്ട് ഫ്രൂട്ട്സ്, ഒരു ക്രൊസാന്ത്, ഒരു മെയിൻ കോഴ്സ് ഐറ്റം, ഒരു മാംഗോ ജ്യൂസ് പല വെറൈറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ മാംഗോ ജ്യൂസ് എടുത്തു. പിന്നെ സ്ട്രോബെറിയുടെ ഒരു ജാമും ഉണ്ടായിരുന്നു. മെയിൻ കോഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. നോൺ വെജ് ആണ് ഞാൻ ചൂസ് ചെയ്തത്. കുറച്ച് പൊട്ടാറ്റോസും സ്പൈനാച്ചും സോസേജും ചിക്കൻ്റെ ഒരു ഡിഷായിരുന്നു കേട്ടോ. ഓംലെറ്റും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇതിൽ ഉള്ളത്. മുംബൈയിൽ നിന്ന് ദോഹ വരെയുള്ള ഖത്തർ എയർവേസ് ഫ്ലൈറ്റിലെ ഫുഡിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫാർ ബെറ്റർ ആയിരുന്നു. ടേസ്റ്റ് വൈസും ആ ഒരു പ്രസൻറ്റേഷൻ വൈസും എല്ലാം. ഇനി സമയം താമസിക്കേണ്ട, നമുക്ക് ഫുഡ് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടായിട്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റും ആയിരുന്നു. കുറ്റം പറയാനായിട്ട് യാതൊന്നും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാം നല്ല പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആയിരുന്നു. സ്പൈനാച്ചും ഒക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. യോഗേർട്ട് സ്ട്രോബെറി ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു യോഗേർട്ടായിരുന്നു. അതും പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ഫ്ലൈറ്റിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം വളരെ നല്ല ഓപ്ഷൻസ് ആയിരുന്നു. കട്ട് ഫ്രൂട്ട്സും വീണ്ടും മസ്ക് മെലനും പൈനാപ്പിളും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളൊരു ചായയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരൊരു ചിക്കൻ സാൻഡ്വിച്ച്, നല്ല ചൂടുള്ള ഒരു അടിപൊളി ചിക്കൻ സാൻഡ്വിച്ചും കൂടെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. 8 മണിക്കൂറിലധികമാണ് ഈ ഫ്ലൈറ്റിൻ്റെ സമയം എന്ന് പറയുന്നത് ദോഹയിൽ നിന്ന് കാസാബ്ലാങ്കയിൽ എത്താനായിട്ട്. അതുകൊണ്ടാണ് ഇതുപോലുള്ള എക്സ്ട്രാ സ്നാക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ബിവറേജും അൺലിമിറ്റഡ് ക്വാണ്ടിറ്റി ആയിരുന്നു. ഫുഡൊക്കെ കഴിഞ്ഞു, വയറ് നിറഞ്ഞു. ഇനി യാതൊന്നും ചെയ്യാനില്ല. കുറച്ച് സമയം ഫ്ലൈറ്റിൻ്റെ സഞ്ചാരപഥവും നോക്കി ഞാനിരുന്നു.